അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടാകെ അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. തിരുവനന്തപുരത്തെ നേമത്താണ് ചരിത്രത്തിൽ ആദ്യമായി ഒ രാജഗോപാലിലൂടെ BJP താമര വിരിയിച്ചത്. പിന്നീട് നേമത്തിൽ BJPയുടെ താമരത്തണ്ട് ഒടിഞ്ഞുപോയി. ശിവൻകുട്ടി നേമത്ത് ജയിച്ചു കയറി. ഇക്കുറി നേമം ശ്രദ്ധ ആകർഷിക്കുന്നത് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്നതിലൂടെയാണ്. മറ്റൊരു തരത്തിൽ ശ്രദ്ധ ആകർഷിക്കുന്നത് CPM സ്ഥാനാർത്ഥി ആരാണ്, കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണ് എന്നതിലൂടെയാണ്. എന്തായാലും കഴിഞ്ഞ തവണ നേമത്ത് K മുരളീധരൻ നിന്നതുകൊണ്ട് മാത്രമാണ് ശിവൻകുട്ടി ജയിച്ചു കയറിയതെന്ന് K മുരളീധരൻ വിശ്വസിക്കുന്നു. അതിനപ്പുറം SDPI വോട്ടുകൾ നേമത്ത് ശിവൻകുട്ടിക്ക് മറിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയം. പക്ഷേ K മുരളീധരൻ നിന്നത് വലിയ പ്രയോജനകരമായി ശിവൻകുട്ടിക്ക്. K മുരളീധരൻ UDF വോട്ടുകൾ തൻ്റെ അക്കൗണ്ടിലാക്കി സൂക്ഷിക്കാൻ മുരളീധരന് UDF വോട്ടുകൾ തൻ്റെ അക്കൗണ്ടിലാക്കി സൂക്ഷിക്കാൻ സാധിച്ചു. പക്ഷേ ഇക്കുറി K മുരളീധരനല്ല നേമത്ത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPക്ക് വലിയൊരു ശുഭപ്രതീക്ഷയാണ് നേമത്തെക്കുറിച്ചുള്ളത്. പക്ഷേ നേമത്ത് മുരളീധരൻ മത്സരിച്ചില്ലെങ്കിലും തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ കരുത്തനായ VS ശിവകുമാർ നേമത്ത് മത്സരിക്കും എന്നുള്ള വാർത്ത ശ്രദ്ധേയമാകും. VS ശിവകുമാറിന് നെയ്യാറ്റിൻകര മണ്ഡലമാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത്. പക്ഷേ നേമത്തിൻ്റെ പ്രത്യേക പരിസ്ഥിതി പ്രമാണിച്ച് അല്ലെങ്കിൽ നേമത്തിൻ്റെ പ്രത്യേക സവിശേഷത പ്രമാണിച്ച് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നേമത്ത് നിർത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം എത്തി നിൽക്കുന്നത് VS ശിവകുമാറിലാണ്. VS ശിവകുമാർ നെയ്യാറ്റിൻകരയോ പാറശാലയോ മത്സരിക്കും എന്നായിരുന്നു സൂചന. പാറശാലയും നെയ്യാറ്റിൻകരയും അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. VS ശിവകുമാറിനെ നേമത്ത് കൊണ്ടുവരാൻ, മുൻ മന്ത്രി കൂടിയായ ശിവകുമാറിനെ നേമത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. നേമത്ത് കോൺഗ്രസിൻ്റെ ദൗർബല്യം കൊണ്ടാണ് BJP ജയിച്ചു കയറിയത് ഒരു തവണ. അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമായിരുന്നു. കോൺഗ്രസ് ആരെങ്കിലും പിടിച്ചങ്ങ് സ്ഥാനാർത്ഥിയിട്ടിടും. അവന് ജനങ്ങളുമായി ബന്ധമുണ്ടോ, ജനങ്ങളുമായി ബന്ധമില്ലേ എന്നൊന്നും നോക്കില്ല. ഘടകകക്ഷികളിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പിടിച്ചിടുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ദയനീയമായൊരു സ്ഥിതിയിലേക്ക് പോകും. കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകും. കഴിഞ്ഞ തവണ K മുരളീധരനെ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചിട്ടു. മുരളീധരൻ നന്നായി ഫൈറ്റ് ചെയ്തു. മുരളീധരൻ താമരയുടെ തണ്ടൊടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. മാത്രമല്ല മുരളീധരൻ്റെ പ്രചരണം നാടളക്കിയുള്ള പ്രചരണമായിരുന്നു. അതൊക്കെ മുരളീധരന് വലിയൊരു വലിയൊരു മൈലേജ് നൽകി. ഇത്തവണ നേമത്ത് VS ശിവകുമാറിനെ ഇടുന്നതോടുകൂടി നേമത്തെ സ്ഥാനാർത്ഥി പട്ടിക തെളിയുന്നു. രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നേമത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. പക്ഷേ CPM സ്ഥാനാർത്ഥിയായി V ശിവൻകുട്ടി വീണ്ടും മത്സരിക്കും എന്നുള്ള വാർത്തയാണ് പൊളിറ്റിക്കൽ എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്. ആര്യ രാജേന്ദ്രൻ നേമത്ത് മത്സരിക്കും എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പ്രചരണം. പക്ഷേ ശിവൻകുട്ടി തന്നെ വീണ്ടും നേമത്ത് മത്സരിക്കും എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് CPMൽ നിന്നും. CPMൻ്റെ സിറ്റിംഗ് MLAമാർ എല്ലാവരും മത്സരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതുമുഖങ്ങൾക്ക് വലിയൊരു അവസരം ഇക്കുറി തിരുവനന്തപുരത്ത് CPM നൽകുന്നില്ല. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഭൂരിഭാഗം സീറ്റിലും നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലുമല്ല, ഭൂരിഭാഗം സീറ്റിലും സിറ്റിംഗ് MLAമാർ തന്നെ മത്സരിക്കണം എന്നാണ് CPMൻ്റെ തീരുമാനം. കാരണം ഒരു റിസ്കിന് CPM തയ്യാറല്ല. പുതുതലമുറ കൈമാറ്റത്തിന് തയ്യാറല്ല എന്ന് വേണമെങ്കിൽ ശത്രുക്കൾ പറയാമെങ്കിലും ഈ ഇലക്ഷനിൽ റിസ്ക് ഏറ്റെടുക്കാൻ പിണറായി വിജയൻ തയ്യാറല്ല. അതുകൊണ്ട് ശിവൻകുട്ടി തന്നെ നേമത്ത് വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ശിവൻകുട്ടിയും ശിവകുമാറും രാജീവ് ചന്ദ്രശേഖറും ഈ 3 ത്രിമൂർത്തികളാണ് നേമത്ത് അന്യോന്യം ഏറ്റുമുട്ടുക. 3 പേർക്കും 3 പേരുടേതായ ക്വാളിറ്റിയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിന് പണമുണ്ട്. പണമെറിഞ്ഞ് വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ശിവൻകുട്ടിക്ക് സംഘടനാപരമായ രീതിയുണ്ട്. VS ശിവകുമാർ NSSൻ്റെ പ്രിയപ്പെട്ട നേതാവാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ 3 പേരും ടൈറ്റായി നിൽക്കും. ടൈറ്റ് ഫൈറ്റ് തന്നെ നേമത്ത് പ്രതീക്ഷിക്കാം.
SDP വോട്ട് നിയമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു SDP ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളത്. ആ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു ഏകദേശം 10 മണ്ഡലങ്ങൾ വരെ സ്വാധീനം ചെലുത്താൻ SDP കഴിവുണ്ടെന്ന്. നേമത്ത് SDP ശക്തമായ സ്വാധീനം തന്നെയാണ് കഴിഞ്ഞ പുലർത്തിയത്. അതുകൊണ്ടാണ് ശിവൻകുട്ടി വിജയിച്ചു കയറിയത്. പിന്നെ മുരളീധരൻ്റെ സാന്നിധ്യം. മുരളീധരൻ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കി. 3ാം സ്ഥാനത്തേക്ക് അദ്ദേഹം പോയെങ്കിലും ഉജ്ജ്വലമായ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ശിവകുമാർ മത്സരിക്കുമ്പോൾ NSS വോട്ടുകൾ ശിവകുമാർ അനുകൂലമായി വീഴും എന്നുള്ളത് ഉറപ്പാണ്. കാരണം NSSൻ്റെ ഒരു വലിയ അടുപ്പക്കാരനാണ് BS ശിവകുമാർ, മുൻ മന്ത്രി കൂടിയായ BS ശിവകുമാർ. നേമത്ത് സ്ഥാനാർത്ഥി പട്ടികയാകുമ്പോൾ ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. മെയ്യോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നുള്ളതാണ്. മെയ്യോടുകൂടി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ദിവസങ്ങളിൽ നേമം ഒരു ത്രികോണ മത്സരത്തിന് വേദിയാവുന്നു. നേമം BJP കേന്ദ്ര നേതൃത്വം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. നേമത്തിന് വേണ്ടി അവർ എന്തും ചെയ്യും. കാരണം ഒരിക്കൽ രാജഗോപാൽ വിജയിച്ച മണ്ഡലമാണ്. ശിവൻകുട്ടിയെ തന്നെയാണ് രാജഗോപാൽ തോൽപ്പിച്ചത്. പക്ഷേ അതിൻ്റെ അടുത്ത ഇലക്ഷനിൽ ശിവൻകുട്ടി BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് നേമം തിരിച്ചുപിടിച്ചു. ആ തിരിച്ചുപിടിക്കൽ ചരിത്രവുമായി മാറി. ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം കിട്ടിയത് തന്നെ ഈ തിരിച്ചുപിടിക്കലിൻ്റെ കരുത്തുകൊണ്ടാണ്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികൾ നേമത്ത് ഇറങ്ങിയിരിക്കുന്നു. ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, BS ശിവകുമാർ മുരളീധരനെ പോലെ വോട്ട് പിടിക്കുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കി. BS ശിവകുമാറിന് നായർ സമുദായത്തിനിടയിൽ നല്ല സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം കരുത്തനായ നേതാവ് തന്നെയാണ്. തിരുവനന്തപുരത്തെ സകല കാര്യങ്ങളിലും സകല കോൺഗ്രസ് പ്രവർത്തകരുടെ കാര്യങ്ങളിലുമൊക്കെ സജീവമായി അദ്ദേഹം ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് നേമത്ത് ഇത്തവണ BJP ഗോപി വരയ്ക്കാനാണ് സാധ്യത. BS ശിവകുമാർ UDF വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കിയാൽ കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ശിവൻകുട്ടിക്ക് SDPI വോട്ടുകളും മറ്റു വോട്ടുകളും അനുകൂലമായി വന്നു കഴിഞ്ഞാൽ ശിവൻകുട്ടി ഇത്തവണയും ജയിച്ചു കയറും നേമത്ത് നിന്ന്. പിന്നെ മറ്റൊന്ന്, CPMന് ശിവൻകുട്ടി അല്ലാതെ വേറെ സ്ഥാനാർത്ഥിയെ നിയമത്തിൽ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആര്യ രാജേന്ദ്രനെയാണ് നിയമത്തിൽ നിർത്താൻ CPM ആലോചിച്ചത്. പക്ഷേ ആര്യ നിന്ന് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വെല്ലുവിളിയൊന്നും ഉയർത്താൻ പറ്റില്ല എന്ന് CPM മനസ്സിലാക്കി. അങ്ങനെയാണ് ശിവൻകുട്ടിയിലേക്ക് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിത്വം എത്തപ്പെട്ടത്. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇലക്ഷൻ സ്റ്റോറി. ആ അപ്ഡേഷൻ എപ്പോഴും നിങ്ങൾക്ക് പുതിയ അറിവുകൾ തരുന്ന അപ്ഡേഷൻ ആയിരിക്കും. നേമത്ത് മത്സരിക്കുന്നവർ പ്രമുഖരുടെ ലിസ്റ്റ് എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടും.